നമസ്കാരം. നമ്മൾക്ക് കിട്ടിയ ഈ വിവരങ്ങളിലേക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം സംബന്ധിച്ച പുതിയ കാര്യങ്ങളും പിന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ നടന്ന ഒരു രാഷ്ട്രീയ വാഗ്വാദം അതാണല്ലോ നമ്മളെ മുന്നിലുള്ളത്. അതെ അതെ. ഇതിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് നോക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. നമുക്ക് ആദ്യം ഈ വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് ഇപ്പോൾ നടക്കുന്നത് 2011 സെൻസസ് വച്ചാണല്ലേ? അതെ, 2011 അടിസ്ഥാനമാക്കി തന്നെ. സംസ്ഥാനത്താകെ 12,000 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അതിൽ 1,137 എണ്ണത്തിൽ ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കണം. എപ്പോഴേക്കും? 2025 മെയ് മാസത്തോടെ തീർക്കാനാണ്. അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉടനെ വരും. മിക്കവാറും ഈ സെപ്റ്റംബർ 24 ചേരുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാവും. ഓഹോ, അപ്പൊ ചില സ്ഥലങ്ങളിൽ ഈ മാറ്റം വരില്ല എന്നാണോ? എല്ലായിടത്തും ഇല്ലേ? ഇല്ല. ഒരു 55 പഞ്ചായത്തുകളും പിന്നെ 8 മുനിസിപ്പാലിറ്റികളും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്താ കാരണം? കാരണം ഒന്നുകിൽ അവിടെ 2011 സെൻസസ് വെച്ച് നേരത്തെ തന്നെ പുനർനിർണയം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജനസംഖ്യയിൽ അത്ര വലിയ വർധനവുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. ശരി ശരി. ഈ പുതിയ വാർഡുകളുടെ അതിർത്തി അതെങ്ങനെയാണ് തീരുമാനിക്കുക? എന്തെങ്കിലും മാനദണ്ഡം ഉണ്ട്. പ്രധാനമായും 2011 ജനസംഖ്യയും പിന്നെ 2024 വീടുകളുടെ എണ്ണവും തമ്മിൽ ഒരു അനുപാതം നോക്കും. ഓക്കെ. പിന്നെ അതിർത്തികളായിട്ട് സാധാരണ റോഡുകൾ, പുഴകൾ, കനാലുകൾ, അങ്ങനെയുള്ള സ്വാഭാവിക അതിർത്തികൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങൾ, ഇതൊക്കെ അതിർത്തിയായി വരാം. ഏകദേശം ഒരേപോലെ ജനസംഖ്യ വരുന്ന രീതിയിലായിരിക്കും അല്ലേ? അതെ അതെ. ഏകദേശം തുല്യമായ ജനസംഖ്യയും വീടുകളും ഓരോ വാർഡിലും വരുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് ശ്രമിക്കുക. ഇത് വാർഡുകളുടെ എണ്ണത്തിൽ നല്ല മാറ്റം വരുമല്ലോ അപ്പം? തീർച്ചയായും. ഈ പ്രക്രിയ കഴിയുമ്പോഴേക്കും സംസ്ഥാനത്ത് മൊത്തം 1,712 പുതിയ വാർഡുകൾ വരും. 1,712? അതെ. അതിൽ 1,577 എണ്ണം പഞ്ചായത്തുകളിലാണ്. ബാക്കി 135 മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായിട്ട് വരും. അപ്പോ ആകെ എണ്ണം ഇപ്പോൾ ഏകദേശം 29,900 ആണ്. അത് 23,612 ആയിട്ട് ഉയരും. കൊള്ളാം. ആദ്യം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ, പിന്നെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലത്തിൽ, അങ്ങനെയാണ് അതിർത്തികൾ നിശ്ചയിക്കുക. എന്നിട്ടായിരിക്കും വോട്ടർ പട്ടിക പുതുക്കുന്നത്. അതെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കും. ഒരു വശത്തെ ഈ ഭരണപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുവശത്തെ രാഷ്ട്രീയത്തിലും നല്ല ചൂടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ വിഴിഞ്ഞം വിഷയത്തില്. അതെ അതെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്, അവിടുത്തെ വേദിയിലെ ഇരിപ്പിടത്തെ ചൊല്ലിയാണല്ലോ ആ തർക്കം തുടങ്ങിയത്. എന്തായിരുന്നു സംഭവം? അതായത്